ആലിപ്പഴം വീഴുന്നതൊക്കെ പെറുക്കാൻ ഓടിയിട്ടുണ്ടോ? പിന്നെ സ്കൂളിൽ നിന്ന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഇറങ്ങി ഓടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള പിന്നെ ഓർമ്മയല്ലേ? പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ആലിപ്പഴമല്ല വീഴുന്നത്. ആ, പകരം മലിനമായിട്ടുള്ള ആലിപ്പഴം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ, തരത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അതെ, അതായത് നമ്മൾ വളരെ ശുദ്ധവായു എന്ന് പറഞ്ഞ് ശ്വസിക്കുന്നത് പോലും ഉം, ഏറ്റവും അശുദ്ധമായിട്ടുള്ള നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഉം, രീതിയിലേക്ക് അത് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഉം, ഈ വായുവിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഉം, നമുക്കറിയാം ഖരമാലിന്യങ്ങളൊക്കെ, ഉം, അതായത് പ്ലാസ്റ്റിക് ഉം, ആയിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഉം, നമ്മുടെ കണ്ണിൽ കാണുന്നത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും ഉം, ബോധവാന്മാരായിരിക്കും. ഉം, അയ്യോ ഇതെന്താ ചെയ്യാത്തത്, ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയും ഇത് മുനിസിപ്പാലിറ്റി അല്ലേ ചെയ്യേണ്ടത്, ഉം, ഇത് കോർപ്പറേഷൻ അല്ലേ ചെയ്യേണ്ടത് ഉം, ഉം, എന്നെങ്കിലും നമ്മൾ ഉം, അതിനെക്കുറിച്ച് ആലോചിക്കും. ഉം, പക്ഷെ വായു എന്ന് പറയുന്ന ഒരു ഉം, സംഭവം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആരും ആലോചിക്കില്ല. ഉം, എന്നാൽ നമ്മുടെയൊക്കെ ജീവൻ നിലനിൽക്കുന്നത് ഉം, ഈ വായുവിനെ കൊണ്ടാണ് താനും. അതെ, പക്ഷെ ഏറ്റവും മലിനമായിരിക്കുന്നത് വായു ആണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതെ, അപ്പോൾ വലിയ രീതിയിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുമുണ്ട്, ഉം. അല്ലേ? ഒരു മഹാരോഗി എന്നൊക്കെ പറയുന്ന പോലെ, പരസ്യത്തിൽ പറയുന്ന പോലെ ഗോപൻ ചേട്ടൻ്റെ ശബ്ദം പോലെയാണ്. പ്രജിത പറഞ്ഞ ഈ കാര്യങ്ങളിൽ വലിയ ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. വായുമലിനീകരണം എന്നത് ലോകം മുഴുവൻ ഏറ്റവും അധികം നേരിടുന്ന അഹ് പ്രശ്നങ്ങളിലൊന്നാണ്. വലിയ ഒരു ഒരു കാര്യം തന്നെയാണ് വായുമലിനീകരണം എന്നല്ല, ഖരമാലിന്യങ്ങളുടെ സംസ്കരണം. അത് നമുക്ക് ഈ മാലിന്യം എന്ന് പറയുന്നത്, മലയാളിയെക്കുറിച്ചൊരു നിരീക്ഷണമുണ്ട്, മാലിന്യം എന്ന് പറയുന്നത് നമുക്ക് അന്യൻ്റെ ഇടത്തിലേക്ക്, സ്വകാര്യ ഇടത്തിലേക്ക് വലിച്ചെറിയാനുള്ള ഒന്നാണ്. അതെ, ഇതാണ്, അങ്ങനെയാണ് നിരീക്ഷണം. ശരിയാണ്. വളരെ ശരിയുമാണ്. അത് ഒത്തിരി മാറിയിട്ടുണ്ട്. നമുക്ക് ആ സംസ്കാരം നഗരത്തിലായാലും ഗ്രാമത്തിലായാലും ഒക്കെ അത് മാറിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ പേപ്പർ കിട്ടുമ്പോൾ പോലും നമ്മളിതിങ്ങനെ ചുരുട്ടിയിട്ട് കളയുന്നതിന് മുമ്പ് നമ്മളൊന്ന് വേസ്റ്റ് ബിൻ ഇങ്ങനെ നോക്കും, എവിടെയൊന്ന് ഇടാൻ പറ്റുക, ഇത് ഇടാൻ പറ്റിയ ഒരു ഇടമുണ്ടോ എന്ന് നോക്കും. നമുക്ക് അവിടെ പരസ്യമായിട്ട് ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഇടാനുള്ള സംഗതിയൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇടാനുള്ള സംസ്കാരം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കുട്ടികളൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്നിടത്ത് വലിച്ചെറിയുന്ന, കിട്ടുന്നിടത്ത് തുപ്പുന്ന ആ രീതിയിൽ. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ക്യാമ്പുകളൊക്കെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ എത്ര ഭേദമാണെന്ന്. അവരുടെ മുറിയിലേക്ക് കയറുമ്പോൾ മുറുക്കിയിട്ട് തുപ്പിയിട്ട് ചവച്ച് ഈ പുകയിലേക്ക് വെച്ചിട്ട് ഒരു മുറിയുടെ ഒരു മൂല കംപ്ലീറ്റ് കറുത്ത് വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ അത് വലിയൊരു കാഴ്ചയാണ്. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ, ടോയ്ലറ്റുകളിലൊക്കെ പോകുമ്പോൾ അത് വലിയൊരു കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ മുന്നിലാണ് വൃത്തിയുടെ കാര്യത്തിൽ. നമ്മൾ ഇനിയും മുന്നേറാനുണ്ടെന്ന് നമ്മൾ പരിതപിക്കുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മൾ ഇനിയും മുന്നേറണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, നഗരമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്, ജലമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ വായു മലിനീകരണം എന്ന് പറയുന്നത്, വായു മലിനീകരണം യഥാർത്ഥത്തിൽ ഇതിനേക്കാളൊക്കെ അപകടകരമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് കൊച്ചിയൊക്കെ പോലുള്ള ഒരു സ്ഥലത്ത് നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ മാലിന്യങ്ങൾ ആലുവ പുഴയിലൂടെ ദീർഘകാലം ഒഴുക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അധികം അങ്ങനെ മീനുകൾ ചത്ത് പൊങ്ങുന്ന വാർത്തകളൊന്നും അധികം കേൾക്കുന്നില്ല. അത് സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇല്ലയെന്ന് പറയാനും പറ്റില്ല. അത് പൂർണ്ണമായിട്ടും ഒഴുക്കുന്നത് അങ്ങനെ അല്ലെങ്കിലും സംസ്കരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നു. പക്ഷെ ഈ വായുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബ്രഹ്മപുരത്ത് 2 വർഷം മുമ്പ് ഉണ്ടായ തീപിടുത്തം, നഗരമാലിന്യത്തിന് തീപിടിച്ച്, ഖരമാലിന്യത്തിന് തീപിടിച്ചിട്ട് അപകടകരമായ വിധത്തിൽ ഓർമ്മയുണ്ടേ? അതിന്റെ റിയാക്ഷൻ ഒക്കെ അനുഭവിച്ചില്ലേ? അതെ, ഞാൻ അനുഭവിച്ചതല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, രാത്രി പോകുന്ന സമയത്താണ് മഴ പെയ്യുന്നത് ഇതിന് ശേഷം. അപ്പോ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, ഇത്തവണ ഇനി മഴ പെയ്യുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ഈ മഴവെള്ളം നമ്മുടെ മേത്ത് പതിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും എന്നുള്ളത്. അത്തരത്തിൽ തന്നെ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് മഴ പെയ്യുന്നു. കനത്ത മഴയല്ല, നമ്മൾ പറയില്ല പൊടിമഴയല്ല, കനത്ത മഴയല്ല. അപ്പോ അത് ശരീരത്തിൽ വീഴുന്നുണ്ട്. അപ്പൊ മുഖത്ത് വീഴുമ്പോ തന്നെ നമ്മളിങ്ങനെ അറിയാണ്ട് തുടച്ചു പോകും. ഈ തുടയ്ക്കുമ്പോ തന്നെ നമുക്ക് അത് അറിയാം, അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഒരു ഓയിലി ഒക്കെ ആയിട്ട് കെമിക്കൽസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ചൊറിച്ചിലുണ്ടായ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിധത്തിൽ ഇപ്പൊ വന്ന ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ എയർ ക്വാളിറ്റി പ്രതിസന്ധി ന്യൂഡൽഹി എന്ന് പറഞ്ഞ തലസ്ഥാന നഗരത്ത് അപകടകരമായ, മോശം നിലവാരത്തിൽ നിന്നും വെരി പുവർ അവസ്ഥയിൽ നിന്നും ഗുരുതരാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഒരു സ്വകാര്യ ഇൻഡെക്സിലുള്ള ഒരു മണിമുഴക്കമാണ്, ഏജൻസികളുടെ ഒരു അറിയിപ്പാണ്. ഇത് പൊതുജന ആരോഗ്യത്തിന് വളരെയധികം ഭീഷണിയാവുന്നുണ്ട് എന്നവര് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI അത് വെച്ച് നോക്കുമ്പോൾ നവംബർ ആദ്യവാരം ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും 300-നും 400-നും ഇടയിൽ ആയിരുന്നത് അത് കടന്നിട്ടിപ്പോൾ 401 മുതൽ 501 വരെ ആയിരിക്കുന്നു. എന്ന് വെച്ചാൽ അത് വളരെ
ഗുരുതരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് കടന്നിരിക്കുന്നത്. അപ്പം സംസ്ഥാനത്തെ ദേശീയ തലസ്ഥാന മേഖല NCR എന്ന് പറയുന്ന മേഖല, നോയിഡ, ഗാസിയാബാദ്, ഗ്രേറ്റർ നോയിഡ, ഗുരുഗ്രാം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഈ സ്ഥിതി വളരെ ഗുരുതരമാണ്. ഇവിടെ ഈ AQI ഈ ഇൻഡെക്സ് 300 കടന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അന്തരീക്ഷത്തിലെ അതിസൂക്ഷ്മ കണികളായ ഈ PM 2.5 അളവ് ലോകാരോഗ്യ സംഘടനയുടെ സുരക്ഷിതമായ പരിധിയേക്കാൾ, അത് 2.5 അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ആ പരിധിയേക്കാൾ 11 മടങ്ങ് വരെ അധികമാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇത് 2.5 ശ്വാസകോശ സംബന്ധമായും ഹൃദയ സംബന്ധമായതുമായ ഗുരുതരമായ രോഗങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സ് കാരണമാവും ഈ ഒരു അവസ്ഥയിൽ എത്തിയാൽ. അപ്പൊ ആരോഗ്യകരമായ വലിയ മുന്നറിയിപ്പാണ് സ്വകാര്യ എയർ ക്വാളിറ്റി മോണിറ്ററുകൾ നമുക്ക് നൽകുന്നത്. ഡൽഹിയിലെ വായു ശ്വസിക്കുന്നത് ഒരു ദിവസം 7 മുതൽ 8 വരെ സിഗരറ്റുകൾ വലിക്കുന്നതിന് തുല്യമാണെന്നാണ് ഒരാള്. അപ്പൊ നമ്മളൊന്നും സിഗരറ്റ് വലിക്കുന്നില്ല, നമ്മൾ സ്മോക്കർ അല്ല എങ്കിൽ പോലും ചെയിൻ സ്മോക്കറെ പോലെ ഒരു ദിവസം 7 8 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിരിക്കുന്നു എന്നാണ്. ഞാനൊക്കെ വല്ലപ്പോഴും ഡൽഹിയിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ പോകുന്ന ഒരാളാണ്. ആ ഡൽഹിയിൽ പോയിട്ട് നമ്മൾ അവിടെ ജീവിച്ചു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരുമ്പോൾ നമുക്ക് ആ അവസ്ഥ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും അവിടെ സ്ഥിരമായി ജീവിക്കുന്നവരെ സംബന്ധിച്ച്, തലസ്ഥാന നഗരത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട 10 നഗരങ്ങളുടെ ഈ PM 2.5 നഗരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇൻഡെക്സ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഡൽഹി ലോകത്ത് ഏറ്റവും മലിനീകരണം നേടുന്ന നഗരങ്ങളൊന്നായിട്ട് കാണാം. ലാഹോറാണ് 2ാം സ്ഥാനത്ത് പാകിസ്ഥാനിലെ, 3ാം സ്ഥാനം ധാക്കയാണ് ബംഗ്ലാദേശിലെ, 4ാം സ്ഥാനം പാകിസ്ഥാനിലെ പെഷവാറും, ഭിവാഡിയാണ് ഇന്ത്യയിലെ. അത് വ്യവസായവൽക്കരണം, ധാരാളം വ്യവസായശാലകളുള്ള ഒരു നഗരം കൂടിയാണ്. 6ാം സ്ഥാനം അസൗപൂറിലാണ് ഇന്ത്യയിൽ തന്നെയുള്ള, ഇത് ഉയർന്നു വരുന്ന ഒരു നഗരമാണ്. എൻജമേന എന്ന ചാടിലുള്ള ഒരു നഗരമുണ്ട്. ആഫ്രിക്കയിൽ പൊതുവെ ഈ വായുമലിനീകരണം കുറവുള്ള ഒരു ഭൂഖണ്ഡമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ ചാടില് എന്നാൽ സ്ഥിതി അങ്ങനെയല്ല. 7ാം സ്ഥാനത്ത് മലിനീകരണം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു നഗരമായിട്ട് അത് മാറി. 8ാം സ്ഥാനം ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത അതിലുണ്ട്. വായു ഗുണനിലവാരം വളരെ മോശമായ നഗരം. കുവൈറ്റ് സിറ്റി തന്നെയാണ്. ഈ എണ്ണ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഫാക്ടറികൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് വായു മലിനീകരണത്തിന് വെല്ലുവിളിയാകുന്ന ഒരു നഗരമാണ്. മിഡിൽ ഈസ്റ്റ് മറ്റു നഗരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദുബായ് ആയാലും മറ്റു നഗരങ്ങളൊന്നും ഇത്ര പൊല്യൂട്ടഡേ അല്ല, ഒട്ടും പൊല്യൂട്ടഡ് അല്ല. പക്ഷെ അവിടെ വ്യവസായശാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. കുവൈറ്റ് സിറ്റിയിലെ ടെഹ്റാനാണ് 10ാം സ്ഥാനത്ത്, ഇറാനിലെ. ഗതാഗത മലിനീകരണം, വാഹനങ്ങളുടെ മലിനീകരണം ഒക്കെ വെച്ചിട്ട് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ വായു മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ഡൽഹിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ കൂടുതലാണിത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കർഷകരുടെ കൊയ്ത്ത് കാലത്തിന് ശേഷം വേസ്റ്റ് ആയിട്ടുള്ള കച്ചി, അതുപോലെ തന്നെ ഗോതമ്പിന്റെയും മറ്റതിന്റെയും ഈ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ അവർ പാടത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഈ അവശിഷ്ടം, സ്റ്റബിൾ ബേണിംഗ്, ഈ അവശിഷ്ടം കത്തിക്കലാണ് വലിയ അളവിലുള്ള പുക പുറന്തള്ളുന്നത്. വലിയൊരു ഭീഷണിയാണത്. ആ സമയത്തൊരു ഇങ്ങനെ ചിലപ്പോൾ മേഘങ്ങളൊക്കെ കൂട്ടമായി മേഘങ്ങൾ വരുന്ന പോലെ പുകയുടെ കൂട്ടങ്ങൾ, ഇങ്ങനെ കരിമ്പുകയുടെ കൂട്ടങ്ങൾ ഇങ്ങനെ ഡൽഹിയുടെ മുകളിലേക്ക് ഇങ്ങനെ, ഞാൻ ആ കാഴ്ച ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ മീഡിയ ഒക്കെ വല്ലാതെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം കാലാവസ്ഥാ ഘടകങ്ങൾ, ഇതിനെ ബാധിക്കുന്ന കാലാവസ്ഥാ ഘടകങ്ങൾ പരിശോധിച്ചാൽ കാറ്റ് ശാന്തമാണ്. അപ്പൊ കാമായിട്ടുള്ള വിൻഡാ. അപ്പൊ ഈ സമയത്ത് കാറ്റിന്റെ വേഗത കുറയുന്നതിനാൽ ഈ മലിനീകരണ കണികകൾ ഉയർന്നു പോകാതെ ഭൂമിയുടെ മുകളിൽ ഉപരിതലത്തിൽ തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിക്കും നമ്മളെ ശ്വസനത്തെ അത് ബാധിക്കുന്നുണ്ട്. താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, തണുപ്പുള്ള രാത്രികൾ, ഈ ശാന്തമായ കാറ്റ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് പുകമഞ്ഞ് രൂപപ്പെടും. കുഴമഞ്ഞ് എന്ന് പറഞ്ഞാൽ ആകെ പുകമഞ്ഞ് രൂപപ്പെടും. നമ്മൾ ആദ്യം വിചാരിക്കും ഇത് മഞ്ഞാണ്, ശരിയായ മഞ്ഞാണെന്ന് വിചാരിക്കും. ആ മഞ്ഞല്ലത് പുകയെ കൂടിയിട്ടുള്ള മഞ്ഞാണ് അത് വരുന്നത്. അപ്പം വാഹനങ്ങളിൽ നിന്നുള്ള പുക, നഗരമലിനീകരണം, നഗരത്തിന്റെ പ്രൊഡക്റ്റാണത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുള്ളത്, വ്യവസായശാലകളിൽ നിന്നും മാലിന്യങ്ങൾ കത്തിക്കുന്നത്, അശാസ്ത്രീയമായിട്ടുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിൽ ഉണ്ടാവുന്ന പുകകൾ, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ, ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞ പരീക്ഷണമുണ്ട്. ഈ ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞ പരീക്ഷണം വിമാനങ്ങളുടെ മുകളിൽ നിന്നും കൃത്രിമമായിട്ട് മഴ പെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് മുകളിൽ നിന്ന് ഈ വിമാനങ്ങൾ വഴി സിൽവർ അയഡൈസ്ഡ് അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് പോലുള്ള കെമിക്കലുകൾ മിക്സ് ചെയ്തിട്ട് മേഘങ്ങൾക്ക് മുകളിലേക്ക് തളിക്കും. അപ്പോൾ അത് മേഘങ്ങൾ
തണുത്ത് മഴയായിട്ട് താഴോട്ട് വരുമ്പോൾ ഈ മുകളിൽ ലെയറായി നിൽക്കുന്ന ഈ കണികകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. ഇങ്ങനെയാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതി. അപ്പൊ 50 വർഷത്തിന് ശേഷം ഇത് പരീക്ഷിച്ചു. പക്ഷെ അത് പിന്നെ IIT കാൺപൂരുമായിട്ട് ചേർന്നിട്ടാണ് അത് നടത്തിയത്. പരീക്ഷണങ്ങൾ വേണ്ടത്ര സക്സസ് ആയില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് ഡൽഹിയിലെ തണുപ്പ് കാലാവസ്ഥയും സ്ഥിരമായ ക്ലൗഡ് ഈ സീഡിങ്ങിന് അനുയോജ്യമല്ലാത്തൊരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതൊരു പ്രശ്നത്തിനൊരു പരിഹാരം ആവുന്നില്ല എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സയന്റിസ്റ്റുകൾ ഈ രീതി മാത്രം പോരാ, നമുക്ക് മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. മലിനീകരണം കുറഞ്ഞ വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം. ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ പ്രോത്സാഹനം നൽകണം. ഫോസിൽ ഇന്ധനങ്ങളുടെ വാഹനങ്ങൾ കുറയ്ക്കണം എന്ന നിലയ്ക്ക്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ആരോഗ്യകരമായ മുന്നറിയിപ്പും അവയർനെസ്സും ഉണ്ടാവണം. അതാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമഗ്രമായ നടപടികൾ ആവശ്യമാണ് എന്ന് ഈ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ശാസ്ത്രജ്ഞരൊക്കെ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരാൻ പോവുക. പൊതുഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ അടുത്ത വർഷം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ പൊതുഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവർ ഈ നഗരസഭകളിലേക്കുള്ള ആളുകളുണ്ട്. നഗരമാലിന്യങ്ങളുടെ സംസ്കരണം ഉറപ്പായും വലിയൊരു വിഷയമായിട്ട് ഇവർ ഓരോ സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അവരൊക്കെ അവരുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭീഷണികൾ, നമ്മുടെ തലസ്ഥാനത്ത് നേരിടുന്ന ഭീഷണികൾ, ലോകത്തെല്ലായിടത്തുമുള്ള നഗരങ്ങൾ നേരിടുന്ന ഇത്തരത്തിലുള്ള ഭീഷണികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിലൊരു സമഗ്രമായൊരു പരിഹാര പദ്ധതി അവർ മുന്നോട്ട് വെച്ചാൽ ഇത്തരം വരുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഒരു വായു മലിനീകരണത്തിന് ഒരു പരിഹാരം, ആ മനുഷ്യർക്ക് ഒരുപക്ഷെ അവർക്കൊക്കെ ഇത് പരിഹരിക്കാൻ കഴിയുന്ന മുന്നണി പോരാളികളായിട്ട് അവർക്ക് മാറാൻ പറ്റും. അവരൊക്കെ ഭരിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകും. അവർ കൂടി ഇത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.